CBSE വിവാദ കുരുക്കിലാണ്. CBSEയുടെ പരീക്ഷാഫല പ്രശ്നം രാജ്യമാകെ നീറുന്ന പ്രശ്നമായി മാറി ചർച്ച ചെയ്യുകയാണ്. അപ്പോഴാണ് മലയാളത്തിന് ഒരു കുഞ്ഞ് സന്തോഷം വന്ന് ലഭിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, CBSEയുടെ 7ാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിലെ ഒരു കവിതയാണ്. കവിതയുടെ പേര് അച്ഛനും മകളും. ഞാൻ ആ കവിതയുടെ ഏതാനും വരികൾ നിങ്ങൾക്ക് ചൊല്ലി കേൾപ്പിച്ചു തരാം. സാധാരണഗതിയിൽ നമ്മൾ രാഷ്ട്രീയമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇത് രസകരമായ ഒരു മലയാളം കവിത. മകൾ എപ്പോഴും പറയും, അച്ഛാ, ഞാനൊരു ആണായിരുന്നെങ്കിൽ പുഴയിൽ കുളിക്കാമായിരുന്നു, മഴയിൽ കളിക്കാമായിരുന്നു, റോഡിലൂടെ എപ്പോഴും സൈക്കിൾ ചവിട്ടാമായിരുന്നു. ഇതിനകത്ത് വിശദീകരിക്കേണ്ട യാതൊന്നും തന്നെയില്ല. എല്ലാം കൃത്യമായി കവി പറഞ്ഞ് വച്ചിട്ടുണ്ട്. ഞാനൊരു ആണായിരുന്നെങ്കിൽ പുഴയിൽ കുളിക്കാമായിരുന്നു. പുഴയിൽ കാൽ വയ്ക്കുമ്പോൾ, മഴയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ, സൈക്കിൾ ചവിട്ടാനെടുക്കുമ്പോൾ അമ്മ പറയും, നീ പെണ്ണാണ്. രസകരമായ വരികളാണ്. എന്താണ്? പുഴയിൽ കാൽ വയ്ക്കുമ്പോൾ, മഴയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ, സൈക്കിൾ ചവിട്ടാനെടുക്കുമ്പോൾ അമ്മ പറയും, നീ പെണ്ണാണ്. അച്ഛാ, ഈ പുഴ ആണുങ്ങളുടേത് മാത്രമാണ്. അച്ഛാ, ഈ പുഴ ആണുങ്ങളുടേത് മാത്രമാണ്. അവിടെയാണ് ഈ കവിതയുടെ രസകരമായ പരിസമാപ്തി. ജെൻഡർ ഇക്വാളിറ്റി ഒക്കെ പറയുന്ന കാലഘട്ടത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വളരെ വേഗം ആണ് പെണ്ണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് എന്നൊക്കെ ഈ സമൂഹം കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ രസകരമായി എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് ഇത്. ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു മാഷിൻ്റെതാണ് സൃഷ്ടി. എരുമേലിക്കാരനാണ് മാഷ്. ഇനി മാഷ് പറയുന്നത് നമുക്ക് കേൾക്കാം. കവിതയുടെ വഴിയിലേക്ക് സ്വാഭാവികമായി എത്തിയതാണ്. സ്കൂൾ കാലഘട്ടങ്ങളിൽ കാവ്യപാരായണത്തിൽ മാത്രം ഒതുങ്ങി നിന്ന കവിത കോളേജിലെത്തുമ്പോൾ, പ്രത്യേകിച്ച് അന്നത്തെ പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിൽ ശരിക്കും സയൻസ് വിഷയം എടുത്ത് പഠിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ സയൻസ് വിഷയങ്ങളുടെ ഭാരിച്ച ബാധ്യത താങ്ങാനാവാത്തൊരവസ്ഥയിൽ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുകയും അത് ക്രമേണ എഴുത്തിലേക്ക് വരികയുമായിരുന്നു. അങ്ങനെയാണ് കവിതയിലെത്തുന്നത്. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലാണ് ഡിഗ്രിക്ക് പഠിച്ചത്. എരുമേലി ദേവസ്വം ബോർഡ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സും, കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും, അതിനുശേഷം ചങ്ങനാശ്ശേരി NS കോളേജിൽ നിന്ന് BAയും MAയും, NSS ട്രെയിനിങ് കോളേജിൽ നിന്ന് B.Edും കഴിഞ്ഞു. ഭാരതീയ വിദ്യാഭവനിൽ നിന്ന് ജേർണലിസത്തിൽ PG ഡിപ്ലോമ നേടി. അങ്ങനെ സാഹിത്യത്തിൻ്റെ ലോകത്ത് ചെറിയ നമ്മുടെ ഒരു നമുക്ക് സ്വയം സന്തോഷത്തിന് വേണ്ടി മാത്രം എഴുതിയ, നമ്മളുടെ സങ്കടങ്ങളെയോ പ്രയാസങ്ങളെയോ ഒക്കെ മറികടക്കാൻ വേണ്ടി എഴുതി, ആശങ്കകളെയൊക്കെ മറികടക്കാൻ വേണ്ടി എഴുതി തുടങ്ങിയ ഒരാൾ എന്നതിനപ്പുറത്ത് എൻ്റെ എഴുത്തിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കൽപ്പിക്കുന്നില്ല. അധ്യാപനം എന്നുള്ളത് എനിക്കറിയാം. ഞാൻ എഴുതിയാലും ഇല്ലെങ്കിലും ഇവിടെ എഴുത്തുണ്ടാവും, സാഹിത്യം ഉണ്ടാവും, കവിതയുണ്ടാവും എന്നെനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 കാവ്യപുസ്തകങ്ങൾ ഞാൻ എൻ്റേതായി പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് കടൽ തീരങ്ങളിലേക്ക് പോകാം എന്ന ആദ്യ കവിതാ സമാഹാരം, പിന്നീട് പുഴയെ സ്വപ്നം കാണുന്ന മത്സ്യങ്ങൾ എന്ന കവിതാ സമാഹാരം. പുഴയെ സ്വപ്നം കാണുന്ന മത്സ്യങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് അച്ഛനും മകളും എന്നുള്ളത്. 2 പെൺകുട്ടികളുടെ അച്ഛനാണ് എന്നുള്ളത് സ്വകാര്യമായ ഒരു കാര്യം മാത്രമാണെങ്കിലും കവിത ഉണ്ടാവുന്നത് നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രചിച്ച എല്ലാവർക്കും ഒരു അധ്യാപനം എന്നുള്ള നിലയിൽ ക്ലാസ് മുറിയിൽ കവിത വിനിമയം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കവിയാസ്വാദകരായി നമ്മുടെ കുട്ടികളെ നിലനിർത്തേണ്ടത് ആവശ്യമാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ട് ആണ് ഒരു പക്ഷേ എനിക്ക് അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടി മനസ്സിലാകണം, കുട്ടികൾക്ക് കൂടി മനസ്സിലാകണം എന്ന് വിചാരിച്ചെഴുതിയ ഒരു കവിതയാണ്. അതിനകത്ത് വലിയ പാഠപുസ്തകത്തിൽ വരുമെന്നോ അത് വേറെ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നോ ഒന്നും വിചാരിച്ച് എഴുതിയ ഒരു കവിതയെ അല്ല അത്. എന്തായാലും അത് വിചാരിതമായി പാഠപുസ്തകം തയ്യാറാക്കുന്ന ആളുകളുടെ അടുത്തെത്തുകയും അവരതിനകത്ത് പ്രമേയം അവർ കുട്ടികളിൽ എത്തിക്കുന്നതിന്, ആ പ്രായത്തിലുള്ള കുട്ടികളിൽ എത്തിക്കുന്നതിന് വളരെ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട് എന്ന് മനസ്സിലാക്കി എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. പാഠപുസ്തകം തിരഞ്ഞെടുത്തു. അതിനുശേഷം നമ്മുടെ ഒരു സുഹൃത്ത്
ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ CBSE-യിലാണ് അദ്ദേഹത്തിൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിൽ ഈ പുസ്തകമാണ് മലയാളം. അദ്ദേഹം തുറന്നു നോക്കിയപ്പോൾ എൻ്റെ നാട്ടുകാരനായ എൻ്റെ സുഹൃത്ത് കണ്ടെത്തുകയും അദ്ദേഹം അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്കൊന്നും സംഭവമൊന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ചില കവിതകളെ സംബന്ധിച്ചൊക്കെ ഈ പറഞ്ഞ പോലെ എൻ്റെ ചില കവിതകൾ ദുർഗ്രഹമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. പക്ഷേ എനിക്ക് ഈ വിഷയം ഇതിങ്ങനെ തന്നെ പറഞ്ഞ് മതിയാവും, ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ആ വിഷയം അങ്ങനെ എഴുതിയിട്ടൊക്കെ കുറേ കാലമായി. ഞാൻ അത്യാവശ്യം സംസാരിക്കാനൊക്കെ പോകുന്ന ആളാണ്. ക്ലാസ്സിലേക്കാണൊക്കെ പോകുമ്പോഴൊക്കെ ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ കവിത സംസാരിക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ പല സുഹൃത്തുക്കളും ട്രെയിനേഴ്സായിട്ടുള്ളവരും അല്ലെങ്കിൽ ക്ലാസ്സിലെടുക്കാൻ പോകുന്നവരും ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ അനുവാദത്തോടെയും അല്ലാതെയും ഒക്കെ അവർ ഈ കവിത അവതരിപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെമ്പാടും എന്നോട് പല സ്ഥലങ്ങളിൽ തന്നെ അവർ വിളിക്കുകയൊക്കെ ചെയ്തു. വലിയ സന്തോഷമായിട്ടും അംഗീകാരമായിട്ടും തന്നെയാണ് ഞാനതിനെ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. അതിന് അവസാനത്തെ ഒരു സന്തോഷം മാത്രം. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു ഭാഷാസ്നേഹി എന്നുള്ള നിലയിൽ അത് സ്വകാര്യമായ ഒരു സന്തോഷം കൂടിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇത്ര ശക്തമായ കാലത്ത് എൻ്റെ നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ അതിനെ എടുത്ത് പ്രചരിപ്പിക്കുകയും എന്നോടൊപ്പം അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ അതിന് പ്രചാരം കൊടുത്തു എന്നുള്ളതിനപ്പുറത്തൊന്നും കവിതയ്ക്ക് മലയാള സാഹിത്യത്തിലൊന്നും വലിയ പ്രാധാന്യമുണ്ട് എന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല. കവിതകളെ വായിക്കുകയും അറിയുകയും ചെയ്യുന്നുള്ള ഒരാളെന്നുള്ളവർ അവിചാരിതമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരൻ എന്നുള്ളതിൽ എനിക്ക് കിട്ടിയ അവിചാരിതമായി കിട്ടിയൊരു സന്തോഷം ആയി മാത്രം ഞാനിതിനെ കാണുന്നു. എല്ലാവർക്കും നന്ദി. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു അഭിമുഖമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അദ്ദേഹം നിരവധി ആനുകാലികങ്ങളിൽ ധാരാളം കവിതകൾ എഴുതുന്നുണ്ട്. മംഗളം, അതുപോലെ ഒരുപാട് മനോരമയുടെ ആഴ്ചപ്പതിപ്പ്, അങ്ങനെ ഒരുപാട് തുടങ്ങിയ ആനുകാലികങ്ങളിൽ എഴുതുന്നുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളാണ് ശരിക്കും മലയാളത്തെ സമൃദ്ധമാക്കുന്നത്. ഹരികൃഷ്ണൻ മാഷിന് നമ്മുടെ വാർത്തയുടെ ഹൃദയ അഭിവാദ്യങ്ങൾ.